കലുങ്ക് സംവാദ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച തൃശൂർ പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. CPIM ഏറ്റെടുത്ത് നിർമ്മിച്ച വീട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയത്തിനകം കൈമാറും. അപമാനനായി പുറത്തിറങ്ങിയ കൊച്ചുവേലായുധനെ അന്ന് ചേർത്ത് നിർത്തുകയാണ് CPM ചെയ്തത്. മണിക്കൂറുകൾക്കുള്ളിൽ CPM തന്നെ കൊച്ചുവേലായുധന് വീട് പണിതു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനടുത്ത ദിവസം തന്നെ തറക്കല്ലിടുന്നു. ഇപ്പോൾ 8 ലക്ഷം രൂപയിലധികം ചിലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു വീട് പുള്ള് പാടശേഖരത്തിന് സമീപം CPM നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. ആ വീടിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്ന. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ കുടുംബത്തിന് ഈ താക്കോൽ കൈമാറുകയും ചെയ്തു. വേലായുധേട്ടാ, സന്തോഷമായോ? സന്തോഷമായി. എന്തൊക്കെ സൗകര്യങ്ങളുള്ളേ? എല്ലാ സൗകര്യം ഉണ്ട്. ഇപ്പോ സന്തോഷായില്ലേ? സന്തോഷമായി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷം തന്നെ പറയാനുള്ളൂ. ഈ വീടന്വേഷിച്ചാണ് നമ്മൾ അവിടെ പോയതൊക്കെ അല്ലേ? പക്ഷെ അവിടെ നിന്നൊരു അപമാനപ്പെട്ട് ഇറങ്ങി പോരേണ്ടി വന്നു. ആ വിഷമം ഇപ്പം തീർന്നു. പാർട്ടി ഇടപെട്ട് പാർട്ടി സെക്രട്ടറി വന്ന് എന്നോട് വാക്ക് പറഞ്ഞു. ആ വാക്ക് നിറവേറ്റി. അതിന് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയോട് എൻ്റെ ആകമൊഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തുന്നു. പഴയ വീടിന് എന്താ പറ്റി ചേച്ചി? തെങ്ങ് വീണതാ. തെക്കേ ഭാഗത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു. അത് വീണു ഈ മൂലൂടെ. അപ്പോൾ എല്ലാം വീണു. ആകെ തരിപ്പണായി. എന്നിട്ട് തലയിലൊക്കെ മോളുടെ തലയിൽ ഓടൊക്കെ വീണാകെ പൊട്ടി നിറഞ്ഞ നാശമായി. ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തല വീഴാഞ്ഞത് ഭാഗ്യം. എന്ന് വെച്ചാൽ അവിടെ അടുക്കളയുടെ അവിടെ ഒരു ആർച്ച് പോലത്തെ ഒരു വാതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിലായിരുന്നു ഞാൻ. മോൻ ചോറ് കൊടുക്കായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ദേ തെങ്ങ് വീഴുന്നുണ്ട്, ആരും പേടിക്കണ്ടെന്ന്. എന്നിട്ട് ആകെ ഒന്നിച്ച് ആൾ അവിടെ റൂമിൽ കിടക്കായിരുന്നു. ആളുടെ മേത്ത് കൂടെ തല മാത്രമുണ്ട്, മുഖം മാത്രം കാണാം. പിന്നെ ഉള്ളതൊക്കെ ആകെ മൂടിയിട്ട് കിടന്നു തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ഷെഡിലേക്ക് മാറിയതല്ലേ? അതാണ് ഷെഡിലേക്ക് മാറിയത്. അതൊരു തൊഴുത്തായിരുന്നു. അപ്പം അതിൽ പോയി എല്ലാ സാധനങ്ങളൊക്കെ അതിൽ തന്നെയായിരുന്നു. തൊഴുത്ത് പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഷെഡ് പോലെ വെച്ച് കെട്ടി താമസം തുടങ്ങിയതാണ്. എന്തായാലും ആ തൊഴുത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല വീട്ടിലേക്ക് മാറാൻ പറ്റി. അതുകൊണ്ട് സന്തോഷം.